പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഞാൻ ഇന്നും രേണുവിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് രേണുവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇന്ന് നേരം വെളുത്തിട്ടും ചീത്ത പറഞ്ഞിട്ടുള്ള കമൻറ്റുകളുടെ ഇങ്ങനെ ഒരു ഘോഷയാത്ര തന്നെയാണ്. കുഴപ്പമില്ല, നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഞാൻ വിചാരിച്ചു കുട്ടിക്ക് എളിമ എന്ന് പറഞ്ഞൊരു സാധനം തൊട്ട് തീണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഇന്നലെ ഞാൻ കാണാനിടയായി. എന്തൊരു എളിമ, പക്വത, വിനയം ആ കുട്ടിയുടെ ഒരു വീഡിയോയിൽ. അയ്യോ ഭയങ്കരം. ഇത്രത്തോളം മര്യാദയുടെ വാക്കിൽ സംസാരിക്കാൻ ആ കുട്ടിക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. അത് കണ്ടപ്പോഴാണ് മനസ്സിലായ വിഷയം വേറൊന്നുമല്ല. നമ്മുടെ സുധി ഇല്ലേ, കൊല്ലം സുധിക്ക് കിട്ടിയ കുറേ പുരസ്കാരങ്ങൾ, ട്രോഫികൾ, ഷീൽഡുകൾ, ഇതൊക്കെ കട്ടിലിൻ്റെ അടിയിൽ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുക. ഇപ്പോൾ അത് കട്ടിലിൻ്റെ അടിയിൽ, നാളെ അത് വേറെ എവിടെയെങ്കിലും ആവും. ഇത് കാണാനിടയായത് കിച്ചു ഉണ്ടല്ലോ, മൂത്തമോൻ കിച്ചുവിനൊരു ചാനലുണ്ട് കേട്ടോ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളി പോസിറ്റീവ് കമൻറ്റും മാത്രമേ ആ കുഞ്ഞിന് കൊടുക്കുന്നുള്ളൂ, കിച്ചു ആർഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിച്ചു ഒരു ദിവസം സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട് പണിത് കൊടുത്തതാണല്ലോ ഒരു ഫാദർ, വീട് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്തതാണല്ലോ. അപ്പോൾ ആ വീട്ടിലേക്ക് കിച്ചുവിൻ്റെ അച്ഛൻ വീട്ടിലും പിന്നെ ഫ്ലവേഴ്സാണല്ലോ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കിച്ചുവിന് അനിയനെ കാണണം തോന്നി, ഈ വീട്ടിലേക്കൊന്ന് വരണം തോന്നി. അങ്ങനെ കിച്ചു വന്നു. കിച്ചുവിൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് വന്നത്. വന്നപ്പോൾ ഈ അനിയൻ കുട്ടിയുണ്ടല്ലോ, റിത്തപ്പൻ, ആ കുട്ടിക്ക് ഉണ്ടായൊരു ആ ബ്ലഡും തമ്മിലുള്ള ആ ഒരു കൂടിച്ചേരലിൽ വന്ന ആ കുട്ടിയുടെ ആ ഒരു സ്നേഹം കാണണം ചേട്ടനോടുള്ളത്. ചേട്ടാ എന്ന് വിളിച്ച് ഓടി ചെല്ലുകയും ഓരോരോ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താനൊക്കെ എന്തൊരു തിരക്കാണെന്നറിയാവോ. ചേട്ടനെ അത് കാണിച്ചു കൊടുക്കുന്നു, ചേട്ടനെ ഇത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വകയിൽ, ചേട്ടാ ഞാൻ അച്ഛൻ്റെ ട്രോഫികൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ കട്ടിലിൻ്റെ അടിയിലേക്ക് നൂണ്ട് പോവുക. കട്ടിലിൻ്റെ അടിയിലേക്ക് നൂണ്ട് പോയിട്ട് അവിടെ അങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുകയാണ് ഈ സുധിക്ക് കിട്ടിയിരിക്കുന്ന ആ പുരസ്കാരങ്ങളൊക്കെ. അങ്ങനെ നമുക്കത് കാണാനിടയായി. ദൈവമുണ്ടല്ലോ, ഓരോരോ സംഗതികൾ ഓരോരോ അവസരത്തിൽ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിച്ചു തരും. ആര്? പടച്ച തമ്പുരാൻ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഒരു ഇടപെടൽ മൂലം ഈ ചേട്ടൻ വന്നപ്പോൾ അച്ഛൻ്റെ ട്രോഫികൾ കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഇടപെടൽ മൂലമാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് ഇതെല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? കട്ടിലിൻ്റെ അടിയിൽ ചാക്കിൽ പൊതിഞ്ഞിട്ട്. നല്ല ഒന്നാന്തരം വീടാട്ടോ പണിത് കൊടുത്തിരിക്കുന്നത്. അയ്യോ എന്തൊരു ഭംഗിയാ വീട് കാണാനായിട്ട്, അടിപൊളി വീട്. ആ വീട്ടിൽ സുധിയുടെ പുരസ്കാരങ്ങൾ കിടക്കുന്നത് കട്ടിലിൻ്റെ അടിയിൽ ചാക്കിൽ പൊതിഞ്ഞിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള രേണുവിൻ്റെ പ്രസൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റിത്തപ്പൻ അതൊക്കെ എടുത്ത് പൊട്ടിച്ച് കളയും. ആ കുട്ടിക്ക് എത്ര പക്വതയെന്നറിയോ, 5 വയസ്സുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് അന്യായി പക്വതയാണ് കേട്ടോ. ആ മോനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ ഒരു സ്വഭാവ ഗുണം. നല്ല പക്വതയുള്ളൊരു മോൻ. ആ മോൻ രേണു പറയാണ്, റിത്തപ്പൻ അത് പൊട്ടിച്ച് കളയെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചാക്കിൽ കെട്ടി പൊതിഞ്ഞ് കട്ടിലിൻ്റെ അടിയിൽ വെച്ചത്. അയ്യോ എത്ര മയത്തിലുള്ള സംസാരം, അവൾക്ക് മനസ്സിലായി കാര്യങ്ങൾ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട്, നല്ല എളിമയോട് കൂടിയിട്ട് പറയുന്നു. റിത്തപ്പൻ കുഞ്ഞല്ലേ, അവനറിയില്ലല്ലോ, അത് കാരണം ഞാനതെടുത്ത് അങ്ങനെ ഭദ്രമാക്കിയിട്ട്, പിന്നെ വീട്ടിൽ വെക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാനതെടുത്ത് അവിടെ വെച്ചിട്ട്. ഈ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും രേണുവിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആരൊക്കെയോ കുറേ എന്തൊക്കെയോ കൊടുത്തുല്ലോ, അതൊക്കെ വളരെ മനോഹരമായിട്ടൊരു ടേബിളിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് പറ്റും, ഇതിന് പറ്റില്ല. ആരോട് പറയാനാ രേണു ഇതൊക്കെ? മനുഷ്യന്മാരെന്നേ പൊട്ടന്മാരില്ല, ഉപ്പും ചോറും ഒക്കെ തിന്ന് തന്നെയാണ് ഇപ്പോഴും ആളുകൾ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. അപ്പോൾ എനിക്കതൊന്ന് നിങ്ങളോട് പറയണം തോന്നിയിട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. എന്തായാലും കിച്ചു ഇന്ന് ഇവിടെ ആരും അല്ലാത്തൊരവസ്ഥയിലാണ്. രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, ഒരാളും ഉണ്ട് അവിടെ. പിന്നെ കുട്ടികൾ ഒക്കെ അവരുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്
ആ ഫാദർ സ്ഥലം വാങ്ങി പണിത് കൊടുത്ത ഒരു വീട്, ആ വീട് കിച്ചുവിനും. അപ്പോൾ ഈ റിത്തപ്പൻ പറയുന്നുണ്ട്, ചേട്ടാ നമ്മുടെ വീടാണെന്ന്. ഓ, ആ കുട്ടിയുടെ ഒരു മര്യാദ, ഒരു എളിമാട്ടോ, നല്ല മോൻ. രണ്ട് കുട്ടികളും നല്ല മിടുക്കന്മാരായ നല്ല സ്വഭാവ ഗുണമുള്ള മക്കളാണ്. സുധിയുടെ രണ്ട് മക്കളും. അത് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ആ റിത്തപ്പന് ആ ചേട്ടനെ കണ്ടപ്പോഴുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഭയങ്കരം തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. നമുക്ക് മറ്റൊരു വീഡിയോ കേട്ടോ.